അതിഥി വ്ളോഗ്സിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാംഗ്ലൂർ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ട്രിവാൻഡ്രം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യ ദിവസം ഞങ്ങൾ പോയത് സഫാരി പാർക്കും സൂവും കാണാനായിരുന്നു. അത് ആദ്യത്തെ ഭാഗത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണുക. ബാംഗ്ലൂരിൽ രണ്ടാം ദിനം ഞങ്ങൾ ആദ്യം പോയത് ഗണപതി ടെമ്പിൾ തൊഴാനും തൊട്ടടുത്ത് തന്നെയുള്ള ബുൾ ടെമ്പിൾ തൊഴാനുമായിരുന്നു. വളരെയധികം ഫേമസ് ആയ രണ്ട് ക്ഷേത്രങ്ങളാണ് ഇത്. രണ്ടും അടുത്തടുത്ത് തന്നെയാണ്. ബാംഗ്ലൂരിൽ മെജസ്റ്റിക് ലൊക്കേഷനിലാണ് ഞങ്ങൾ റൂം എടുത്തത്. മെജസ്റ്റിക് ഭാഗത്ത് റൂം എടുത്താലുള്ള ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാംഗ്ലൂർ ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കാലിറ്റിയാണ്. ബാംഗ്ലൂരുള്ള ഒട്ടുമിക്ക ഫേമസ് ഏരിയാസും ഈ മെജസ്റ്റിക്കിൽ നിന്ന് പോകാൻ ഈസിയാണ്. കഴിഞ്ഞ 8-9 വർഷമായി ആഗ്രഹിച്ചിരുന്ന ഒരു യാത്രയാണ് ഈ തവണ നടന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ബുൾ ടെമ്പിളിലോട്ടുള്ള എൻട്രൻസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ഇടതുവശത്തായി നിങ്ങൾക്ക് കുട്ടികളുടെ പാർക്ക് കാണാം. ബാംഗ്ലൂർ യാത്ര തിരിക്കുന്നതിന് മുന്നേ തന്നെ എവിടേക്ക് പോകണമെന്ന് ഞങ്ങൾ വളരെ വ്യക്തമായി കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. അഞ്ച് ദിവസത്തെ യാത്രയായിരുന്നു ഞങ്ങളുടേത്. പക്ഷേ എന്നിട്ട് പോലും ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ മിസ് ചെയ്തു. വളരെയധികം ചെലവ് ചുരുക്കി നിങ്ങൾക്ക് ബാംഗ്ലൂർ വന്നു പോകാൻ കഴിയും. മെട്രോ സർവീസുകൾ യൂസ് ചെയ്തും ഊബർ പോലെയുള്ള ഓൺലൈൻ ഓട്ടോറിക്ഷകൾ യൂസ് ചെയ്തും നിങ്ങൾക്ക് അത്യാവശ്യം ചെറിയ ബഡ്ജറ്റിൽ തന്നെ നിങ്ങൾക്ക് ബാംഗ്ലൂർ കവർ ചെയ്യാൻ കഴിയും. ആദ്യമായിട്ടാണ് ഞങ്ങൾ മെട്രോയിൽ കയറുന്നത്. അതിൻ്റെ സന്തോഷം മകളുടെ മുഖത്ത് കാണാം. അടുത്തതായി ഞങ്ങൾ പോയത് ടിപ്പു സുൽത്താൻ പാലസ് കാണാനായിരുന്നു. ഇവിടുത്തെ കാലാവസ്ഥയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. റോഡ് സൈഡിൽ തന്നെയാണ് ഈ പാലസ് സ്ഥിതി ചെയ്യുന്നത്. ചെറിയ ഒരു പാലസ് ആണ്, പക്ഷെ നിങ്ങൾ ബാംഗ്ലൂർ വരുന്നെങ്കിൽ ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഒരുപാട് തടികൾ കൊണ്ടൊക്കെ നിർമ്മിച്ച വളരെ മനോഹരമായ ഒരു പാലസ് ആണ്. ഈ പാലസ് പണി കഴിപ്പിച്ച വർഷം ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഒരു മാർബിളിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അതിനടുത്ത് തന്നെ ഒരു കോണിപ്പടിയുണ്ട്. നമുക്ക് അതുവഴി മുകളിലോട്ട് കയറാൻ കഴിയും. പാലസിൻ്റെ എൻട്രി ടിക്കറ്റ് 20 രൂപയേ ഉള്ളൂ. പുറത്ത് QR കോഡ് ഉണ്ട്. നിങ്ങൾക്കത് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് അകത്ത് കയറാവുന്നതാണ്. ഒരുപാട് പാലസ് ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിലും ഇവിടെ അത്രയധികം ക്രൗഡ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അടുത്ത് പോയത് കബ്ബൻ പാർക്കിലേക്കാണ്. ടിപ്പു സുൽത്താൻ പാലസിൽ നിന്ന് 5 കിലോമീറ്ററാണ് കബ്ബൻ പാർക്ക്. അടുത്തതായി ഞങ്ങൾ പോയത് ശിവോഹം ശിവ ടെമ്പിളിലേക്കാണ്. കബ്ബൻ പാർക്കിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് ശിവോഹം ശിവ ടെമ്പിൾ. ബാംഗ്ലൂരിൽ മസ്റ്റായിട്ടും പോകേണ്ട ഒരു സ്ഥലമാണിത്. ശരിക്കും കൈലാസത്തിലെത്തിയ ഒരു ഫീലാണ് നിങ്ങൾക്കിവിടെ കിട്ടുക. ബാംഗ്ലൂരിലെ Day 2 വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. Day 3 വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്.